സാധ്യതകൾ പറയുന്നു എന്നൊക്കെ പറയാം. 2023 മുതൽ 2025 വരെ കേട്ടറ്റിന്റെ കോച്ചിങ്ങിലൂടെ 1500ഓളം കേട്ടറ്റിന്റെ അച്ചീവേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ LP-UP എക്സാമുകളൊക്കെ വരികയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് 2027 വരും. അവസാന ഭാഗത്ത് അല്ലെങ്കിൽ ആദ്യ ഭാഗത്തൊക്കെ ആയിട്ട് നമ്മുടെ LP-UP എക്സാമുകളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഏകദേശം ഒരു 6 മാസത്തിന്റെ താഴെ ആയിരിക്കും നമുക്ക് ഏകദേശം എക്സാമിന്റെ കോച്ചിങ്ങിന് വേണ്ടിയിട്ട് സമയം കിട്ടും. പെട്ടെന്ന് തന്നെ ഏകദേശം ജൂണിലൊക്കെ തന്നെ ആയിട്ട് നോട്ടിഫിക്കേഷൻ വരാൻ മതിയായിരിക്കും. ഇപ്പോ നമ്മുടെ ഒരു കേറ്ററ്റിന്റെ എക്സാം ഇപ്പൊ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, എന്താണ് അതിന്റെ ഒരു പുതിയ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്? കേട്ടറ്റിന്റെ എക്സാമിന്റെ പ്രൊവിഷണൽ ആൻസർ കീ ഇപ്പൊ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കുറച്ച് ദിവസങ്ങളും കൂടെ കഴിഞ്ഞാൽ അതിന്റെ റെക്ടിഫൈഡ് ആൻസർ കീയും കൂടെ പബ്ലിഷ് ചെയ്യും. അപ്പൊ അതും കൂടെ നോക്കിയാൽ ഏകദേശം ക്വാളിഫൈങ് മാർക്കിനെ കുറിച്ചൊക്കെ ഒരു തീരുമാനമാവും. കിട്ടുമല്ലോ എന്നൊക്കെ ഒന്ന് അറിയാൻ പറ്റും. എന്തായാലും നല്ല മാർക്ക് സ്കോർ ചെയ്തവർക്ക് എല്ലാ അഭിനന്ദനങ്ങളും. ഓക്കെ, അപ്പൊ ഇനി കിട്ടാത്തവർക്ക് എന്താ കിട്ടാത്തവർക്ക് ഇനി അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് ഇപ്പോഴേ തയ്യാറാവുക എന്നുള്ളതാണ് മേജർ ആയിട്ടുള്ള കാര്യം. നിങ്ങൾക്ക് അറിയാം കേട്ടറ്റിന്റെ എക്സാം ഒരു വീക്ക് അല്ലെങ്കിൽ ഒരു കൊല്ലത്തിൽ 2 തവണയാണ് നടക്കുക. ജൂണിലുള്ള ഒരു സ്ട്രെച്ചും പിന്നെ ഡിസംബറിലുള്ള ഒരു സ്ട്രെച്ചും ആണ് സാധാരണ ഉണ്ടാവാറുള്ളത്. അപ്പൊ ഇപ്പൊ നടന്നത് ഡിസംബറിലുള്ള സ്ട്രെച്ചാണ്. ഈ ഡിസംബറിലുള്ള സ്ട്രെച്ചിന്റെ എക്സാം നടന്നത് ഏകദേശം ഇപ്പൊ ഫെബ്രുവരി മാസത്തിലാണ്. അപ്പൊ അടുത്തതായിട്ട് വരുന്നത് ജൂണിലുള്ള സ്ട്രെച്ച് ആയിരിക്കും. അതിന്റെ എക്സാം നടക്കുന്നത് സാധാരണ ഒരു ഓഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോഴായിരിക്കും. അപ്പൊ ഇപ്പൊ ശരിക്കും തുടക്കം മുതൽ അങ്ങ് സിസ്റ്റമാറ്റിക് പഠിച്ചു പോയാല് കിട്ടും അല്ലെ? ശരിക്കും നല്ലൊരു കോച്ചിങ് ആവശ്യമാണ്. നല്ലൊരു എക്സാംസ് ഒക്കെ ചെയ്തു പോയി ഉറപ്പായിട്ടൊന്ന് പഠിച്ച കിട്ടുന്ന സംഭവം തന്നെയാണ്. അപ്പൊ നമുക്ക് സൈലത്തില് അല്ലെ കേട്ടറ്റിന്റെ പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട്. അപ്പോ നമ്മുടെ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ 1-ാം തീയതിയാണ്. 2026 ഏപ്രിൽ 1-നാണ് നമ്മുടെ കേട്ടറ്റിന്റെ കാറ്റഗറി 2, കാറ്റഗറി 3 ബാച്ചുകളൊക്കെ ആരംഭിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ 1, 2, 3 എല്ലാ ബാച്ചുകളും ഉണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഉദ്യോഗാർത്ഥികൾക്ക് നല്ലൊരു ഡൗട്ട് ഉണ്ടാവേ, ഈ കേട്ടിട്ട് എഴുന്നവർക്ക് ആരൊക്കെയാണ് ഇത് പഠിപ്പിക്കുന്നത്, ഓരോ വിഷയങ്ങളും അതൊന്ന് നോക്കിയാലോ നമുക്ക്? അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഫാക്കൽറ്റീസിനെ പരിചയപ്പെടാം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് സൈലന്റ് ടീച്ചിങ് എക്സാം നടത്തുന്ന കേട്ടറ്റ് എക്സാമിന്റെ കോച്ചിങ്ങിന്റെ ഫാക്കൽറ്റീസ് ആരൊക്കെയാണെന്നുള്ള കാര്യം ആദ്യം പറയാം. അപ്പൊ ആദ്യമായിട്ട് വരികയാണെങ്കിൽ കേട്ടറ്റിന്റെ കാറ്റഗറി 1 എക്സാമിനേഷനുള്ള ഫാക്കൽറ്റീസ് മെയിനായിട്ട് തുടക്കത്തിൽ സൈക്കോളജി, പെഡഗോജി കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് നമ്മുടെ ലിയ മിസ് ആണ്. ശരിക്കും സാർ നല്ല പ്രാധാന്യമുള്ള ഒരു സബ്ജക്ട് അല്ലേ സൈക്കോളജി ആൻഡ് പെഡഗോജി? ഏറ്റവും കൂടുതൽ മാർക്കുകൾ വരുന്നതും സൈക്കോളജി, പെഡഗോജി ഭാഗത്തു നിന്നാണ്. നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവിടെ തന്നെ ഏകദേശം കിട്ടാവുന്നതാണ്. പിന്നീട് മലയാളത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ സജിമോൾ മിസ് നിങ്ങൾക്ക് അറിയായിരിക്കും. മലയാളത്തിന്റെ കാര്യം മിസ് സെറ്റ് ആക്കിക്കോളും. മലയാളത്തിന് ഫുൾ മാർക്ക് കിട്ടിയ ഒത്തിരി കുട്ടികളുണ്ട്. ഭയങ്കര സന്തോഷം. ഒരുപാട് മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഒരുപാട് സ്കോർ ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇംഗ്ലീഷിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് 3 അധ്യാപകരാണുള്ളത്. പാരിസ് സാർ ഉണ്ട്, പിന്നെ നിസാം മാഷ് ഉണ്ട്, അതുപോലെ തന്നെ സുമി മിസ്സും ഉണ്ട്. ഇംഗ്ലീഷ് 3 ആളുകളാണ് കൈകാര്യം ചെയ്യുന്നത്. ഇവരായിരിക്കും. മാത്സിന്റെ കാര്യത്തിൽ അജ്മൽ സാർ തന്നെയാണ്. കുട്ടികൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടും ഏറ്റവും പ്രധാനമായിട്ടും പഠിപ്പിക്കുകയും മാർക്ക് സ്കോർ ചെയ്യാനും ഒക്കെ പറ്റിയ അജ്മൽ സാറിന്റെ ക്ലാസ് നിങ്ങൾക്ക് ഈ കേറ്ററ്റ് ഈ ഒരു ബാച്ചിൽ ലഭ്യമാണ്. പിന്നെയുള്ളത് സ്വാതി മിസ് ആണ്. സ്വാതി മിസ് EVS ആണ് പഠിപ്പിക്കുന്നത്. അപ്പം ഏകദേശം കേറ്ററ്റ് 1ന്റെ ഫാക്കൽറ്റീസ് ഇവരൊക്കെയാണ് വരുന്നത്. ഇനി കേട്ടറ്റ് കാറ്റഗറി 2ലേക്ക് വരികയാണെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ടുള്ളത് നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയാണ്. പെഡഗോജിയും സൈക്കോളജിയും ഡീൽ ചെയ്യുന്നത് ലിയ മിസ് ആണ്. പിന്നീട് മലയാളത്തിലേക്ക് വരുമ്പോൾ സജി മിസ്, ഇംഗ്ലീഷിന് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ പാരിസ് സാറും നിസാം മാഷും ഉണ്ടായിരിക്കും. അനന്തു സാറാണ് ഹിസ്റ്ററി കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ അജ്മൽ സാർ തന്നെയാണ് മാത്സ് എടുക്കുന്നത്. സൂരജ് സാറിന്റെ ജോഗ്രഫി ക്ലാസ്സും സ്വാതി മിസ്സിന്റെ ബയോളജി ക്ലാസ്സുമാണ് ഈ ഒരു കേറ്ററ്റ് 2 നിങ്ങൾക്ക് കിട്ടുന്നത്. കൂടാതെ ഇതിൽ 2 ഫാക്കൽറ്റീസും കൂടെ ഉണ്ട്. പിന്നീട് ശരിയാ, എക്കണോമിക്സിന് വേണ്ടിയിട്ട് ശരത് സാറ്, പിന്നെ കെമിസ്ട്രി സരിത് ലാൽ സാറാണ്. സിബി സാറാണ് ഫിസിക്സ് കൈകാര്യം ചെയ്യുന്നത്. പൊളിറ്റിക്കൽ സയൻസിനാണെങ്കിൽ അഭിജിത്ത് സാറാണ്. അപ്പൊ ഇത്രയാണ് കേട്ടറ്റ് 2ന്റെ ഫാക്കൽറ്റീസ് ഉള്ളത്. അപ്പൊ കേട്ടറ്റ് 1 and 2 എന്ന് പറയുന്നത് എല്ലാവരും കോമൺ ആയിട്ട് എഴുതുന്നവരാണ്. ഇനിയിപ്പോ LP-UP എക്സാമുകളൊക്കെ വരികയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് 2027 അവസാന ഭാഗത്ത് അല്ലെങ്കിൽ ആദ്യ ഭാഗത്തൊക്കെ ആയിട്ട് നമ്മുടെ LP-UP എക്സാമുകളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനു മുമ്പായിട്ട് ഈ കേട്ടറ്റ് 1ഉം 2ഉം ഒക്കെ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അപ്പൊ ഇപ്പോഴേ തുടങ്ങിയാൽ അത് LP-UP എക്സാമുകൾക്കുള്ള പ്രിപ്പറേഷനും ഉപകാരപ്പെടും. അത്രമാത്രം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റീസ് നയിക്കുന്ന ക്ലാസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു പഠനം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ 2 ബാച്ചുകളും നമ്മൾ ഓൺലൈൻ ആയിട്ട് ലൈവ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കേട്ടറ്റിന്റെ കാറ്റഗറി 1ഉം കാറ്റഗറി 2 എക്സാമിന്റെ ഈ 2 ബാച്ചുകളും
ലൈവ് ക്ലാസ്സുകളായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കൊടുക്കുന്നത്. ഇനിയിപ്പോ ജോലിയുള്ളവരോ പഠിക്കുന്നവരോ ഒക്കെയാണ് എന്തെങ്കിലും കാരണവശാൽ ഈ ലൈവ് ക്ലാസ് കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ടൈമിൽ അതിന്റെ റെക്കോർഡ് അവൈലബിൾ ആയിരിക്കും. അതെ. ഇനി കേട്ടറ്റ് കാറ്റഗറി 3 വരികയാണെങ്കിൽ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് കേട്ടറ്റ് കാറ്റഗറി 3 ഇംഗ്ലീഷ് ക്ലാസ്സുകളാണ് ആദ്യമായിട്ട് പറയുന്നത്. ഇംഗ്ലീഷിന് ഫാക്കൽറ്റീസ് ആയിട്ടുള്ളത് മേജർ സബ്ജക്റ്റുകൾ കൈകാര്യം ചെയ്യുന്നത് പാരിസ് സാറും നിസാം സാറും സുമിസും ആണ് ഇംഗ്ലീഷിന്റെ മെയിൻ സബ്ജക്ട് കൈകാര്യം ചെയ്യുന്നത്. പിന്നീട് അതിൽ ജനറലിലേക്ക് വരികയാണെങ്കിൽ ലിയ മിസ് ആണ് സൈക്കോളജി പെഡഗോജി ഡീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ സജിമോൾ മിസ് ആണ് മലയാളം ഡീൽ ചെയ്യുന്നത്. ഇതാണ് കേട്ടിട്ട് 3 മലയാളം വരുമ്പോ കുറച്ച് 1നെയും 2നെയും എന്നാലും കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഇതായിരിക്കും. പക്ഷെ അത് നമ്മൾ ഒന്ന് തുടക്കം മുതൽ തന്നെ പഠിച്ചെടുത്ത് പ്രാക്ടീസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ കേട്ടിട്ട് 3യുടെ മലയാളവും നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ കേട്ടിട്ട് 3 ഇംഗ്ലീഷ് സൈലന്റ് ടീച്ചിങ് എക്സാം ലൈവ് ക്ലാസ് ആയിട്ട് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്രാവശ്യം മുതൽ നമ്മൾ കേട്ടറ്റ് കാറ്റഗറി 3 ഇംഗ്ലീഷ് കംപ്ലീറ്റ് ആയിട്ട് ലൈവ് ക്ലാസ് ആയിട്ട് തന്നെയാണ് ഏപ്രിൽ 1 മുതൽ തുടങ്ങുന്നത്. സംശയങ്ങളൊക്കെ ക്ലാസ്സിൽ വെച്ച് തന്നെ തീർത്തു കൊടുക്കാവുന്നതാണ്. അങ്ങനെ കാണാൻ പറ്റാത്തവർക്കാണെങ്കിൽ റെക്കോർഡർ ക്ലാസ്സുകളുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും. രണ്ടാമതായിട്ട് കേട്ടറ്റ് കാറ്റഗറി 3 ഡീൽ ചെയ്യുന്നത് മാത്തമാറ്റിക്സിന്റെ സബ്ജക്റ്റും കൂടെ ഉണ്ട്. കേട്ടറ്റ് കാറ്റഗറി 3 മാത്തമാറ്റിക്സിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ലൈവ് ക്ലാസിന്റെ ബാച്ചും നമ്മൾ ഏപ്രിൽ 1 ആരംഭിക്കുന്നുണ്ട്. അതിൽ മാത്സ് സാറ് ഒറ്റയ്ക്ക് തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് അല്ലെ? ഫുൾ ടോപ്പിക് കംപ്ലീറ്റ്. മാത്സിന് ഏകദേശം ഒരു 80ഓളം മാർക്ക് ഉണ്ട്. അതെ. ബാക്കി ജനറൽ ടോപ്പിക് ആയിരിക്കും. അതും ഇതുപോലെ ഏറ്റവും നന്നായി തുടക്കം മുതൽ അല്ലെ അതാണ് പഠിച്ച ഒരു പെൻഡിങ് വരാതിരിക്കാനാണ് ആദ്യം നമ്മൾ ഏപ്രിൽ 1 ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ജോയിൻ ചെയ്ത് അങ്ങ് പഠിച്ചു പോവുക. അതിലുള്ള ജനറൽ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ലിയ മിസ് തന്നെയാണ്. ഇംഗ്ലീഷ് മലയാളത്തിലാണെങ്കിൽ സജിമോൾ മിസ്, ഇംഗ്ലീഷിലാണെങ്കിൽ സുമി മിസ് ഉണ്ട്, പാരിസ് സാർ ഉണ്ട്, നിസാം സാർ ഉണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതും കേട്ടറ്റ് കാറ്റഗറി 3 ലൈവായിട്ട് കൊടുക്കുന്ന ബാച്ചാണ്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയാണ് നമുക്ക് ബാച്ചുകളായിട്ട് പറയാനുള്ളത്. ഇനി നമ്മുടെ ബാച്ചുകളിൽ എന്തൊക്കെയാണ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ബാച്ചിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അത് തീർച്ചയായിട്ടും അവർക്കൊരു ആകാംക്ഷ ഉണ്ടാവും അല്ലെ, എന്താണ് ഇവിടെ അല്ലെങ്കിൽ എങ്ങനെ പഠിപ്പിക്കും. ഇനി എന്തൊക്കെയാണ് സാറേ ആദ്യത്തേത് എന്താണ് നമ്മുടേത്? മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ്. കുറെ കാലങ്ങളോളമായിട്ട് നമ്മുടെ കൂടെയുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഫാക്കൽറ്റീസ് നയിക്കുന്ന കണ്ടീഷൻഡ് ആയിട്ടുള്ള വൃത്തിയുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. കേട്ടിട്ട് പരീക്ഷയുടെ ഒരു പൾസ് അറിഞ്ഞുള്ള പഠനം അല്ലേ, അത് ആവശ്യമാണ്. അപ്പൊ അതാണ് ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത്. നമ്മള് റെക്കോർഡർ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. മെയിനായിട്ട് വരുന്നത് കേട്ടറ്റിന്റെ കാറ്റഗറി 1ഉം 2ഉം ലൈവ് ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കേട്ടറ്റ് കാറ്റഗറി 3 വരികയാണെങ്കിൽ മാത്സും ഇംഗ്ലീഷും മാത്രമാണ് ലൈവായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ബാക്കിയുള്ളതെല്ലാം റെക്കോർഡർ ആയിട്ടായിരിക്കും. അതുപോലെ ഈ നമ്മൾ എന്ത് പഠിച്ചാലും അത് അപ്ലൈ ചെയ്യാൻ അല്ലെ, പലപ്പോഴും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ കുട്ടികൾ വലയ്ക്കാറുണ്ട്. അപ്പൊ അതാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ്. വളരെ അതിന് തന്നെ ഒരു ടീമുണ്ട് നിങ്ങൾക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ തന്ന് നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിക്കാനായിട്ട്. അപ്പൊ അതാണ് നമ്മുടെ മൂന്നാമത്തെ ഒരു പ്രധാന പ്രത്യേകത. ഓക്കെ സാർ, ഇനിയാണ് പിന്നുള്ളത് ഡൗട്ട് ക്ലാരിഫിക്കേഷനും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മെന്റർ സപ്പോർട്ട് ഒക്കെ ഉണ്ടായിരിക്കും. അതിലൂടെ നിങ്ങൾക്ക് ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നോട്ടുകളും സ്ട്രക്ചേർഡ് ആയിട്ടുള്ള നോട്ടുകളും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ എന്തുണ്ടായിരിക്കും പ്രൊവൈഡ്. അത് തന്നെയാണ് നമ്മുടെ ഹൈ ക്വാളിറ്റി സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പിന്നീട് പ്രോപ്പർ ആയിട്ടുള്ള റിവിഷൻ എക്സാമുകളാണ് ഉണ്ടാവുക. നമുക്കറിയാം ഏകദേശം ഒരു 6 മാസത്തിന്റെ താഴെ ആയിരിക്കും നമുക്ക് ഏകദേശം എക്സാമിന്റെ കോച്ചിങ്ങിന് വേണ്ടിയിട്ട് സമയം കിട്ടും. പെട്ടെന്ന് തന്നെ ഏകദേശം ജൂണിലൊക്കെ തന്നെ ആയിട്ട് നോട്ടിഫിക്കേഷൻ വരാൻ മതിയായിരിക്കും. ഓഗസ്റ്റ് ആകുമ്പോൾ എക്സാം ഉണ്ടായിരിക്കും. അപ്പൊ പ്രോപ്പർ ആയിട്ട് അവസാനം വരെ നിന്ന് നമ്മൾ റിവിഷൻ എക്സാമും കൂടെ കഴിഞ്ഞിട്ട് നിങ്ങളെ എക്സാമിനേക്ക് വിടുകയുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഇനി റിസൾട്ടിലേക്ക് വരികയാണെങ്കിൽ ശരിക്കും നമ്മുടെ റിസൾട്ട് ആണ് നമ്മുടെ പ്രതികരിക്കുക അല്ലെ, റിസൾട്ടുകൾ പറയുന്നു എന്നൊക്കെ പറയാം. 2023 മുതൽ 2025 വരെ കേട്ടറ്റിന്റെ കോച്ചിങ്ങിലൂടെ 1500ഓളം കേട്ടറ്റിന്റെ അച്ചീവേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള സാക്ഷ്യം. ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. അതായത് ടീച്ചർ ആകുക എന്നുള്ള ആ സ്വപ്നത്തിന്റെ ആദ്യ പഠനം. അതെ, അത് തന്നെയാണ് കേറ്ററ്റ്. അത് നമ്മൾ കേറ്ററ്റിന്റെ ഈ ഒരു ബാച്ച് എടുക്കുന്നതിലൂടെ ഉറപ്പായിട്ട് നമ്മൾ ഗ്യാരണ്ടി തരുന്നു അല്ലെ. അപ്പൊ ഇത്രയാണ് നമ്മുടെ ബാച്ചുകളെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ബാച്ചുകളുടെ കാര്യങ്ങളൊന്നും മറക്കണ്ട. കേട്ടറ്റിന്റെ കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3 മാത്സും ഇംഗ്ലീഷും അങ്ങനെയുള്ള എല്ലാ ബാച്ചുകളും ആരംഭിക്കുന്നത് ഏപ്രിൽ 1 തന്നെയാണ്.
ഫീസിന്റെ കാര്യത്തിലൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ? അതിന്റെ റേറ്റുകളും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഏറ്റവും നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും ചെറിയ ഒരു റേറ്റിൽ തന്നെയാണ് നമ്മുടെ ബാച്ചുകളെല്ലാം റൺ ചെയ്യുന്നത്. 8-1 ആണെങ്കിൽ 1,999 ആണ് റേറ്റ് വരുന്നത്. 8-2-ന് 2,499 ആണ് വരുന്നത്. 8 കാറ്റഗറി 3-ലാണെങ്കിൽ 3,499 ആണ് വരുന്നത്. ഇതാണ് നമ്മുടെ റേറ്റുകളായിട്ട് വരുന്നത്. അപ്പോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എല്ലാവർക്കും ക്ലാസ്സിൽ കാണാം അല്ലെ? എത്ര പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. അപ്പൊ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ കാണുന്ന ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ എല്ലാവരും നല്ലൊരു കേട്ടക് എക്സാമിനേഷൻ ഒക്കെ ക്വാളിഫൈ ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പിലേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ എല്ലാ ആശംസകളും നേരുന്നു.